മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവമുണ്ടായി. അതിൽ യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവായ സിറാജുദ്ദീനെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രസവശേഷം ഉണ്ടാകുന്ന ക്ഷീണമാണ് എന്ന് കരുതി അസ്മ കിടക്കട്ടെ എന്നാണ് താൻ വിചാരിച്ചത് എന്ന് സിറാജുദ്ദീൻ പറയുകയാണ്. ഇപ്പോൾ ആ ബന്ധുക്കളൊക്കെ തന്നെ അത് ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നീ ജീവൻ പഠിപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ രക്തത്തിന് പറഞ്ഞുവിട്ടേക്കാം. ലാസ്റ്റ് ഗോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കൊടുക്കാൻ പോണുള്ളൂ ഇനി. എന്തായാലും ദിവിഷ്, ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമേൽ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഇത് പുതിയ സംഭവമല്ല. കാരണം പല പ്രഭാഷണങ്ങളും നമ്മളൊരു പ്രത്യേക അല്ലെങ്കിൽ വിഭാഗത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതി പറയുന്നതല്ല. പല ഒരുപാട് ക്യാമ്പ് മാത്രമല്ല, ഈ പറയുന്ന വാക്സിനെതിരെ ആ കോവിഡ് സമയത്ത് പോലും സാധാരണഗതിയിൽ ആ സമയത്തൊക്കെ വാക്സിനൊക്കെ വലിയ ഫലപ്രദമായ സമയത്ത് പോലും അതിനെതിരെ വരുന്ന ക്യാമ്പയിനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വല്ലാത്ത ഒരു കടുത്ത ഒരു അവസ്ഥയായി പോയി. സ്നേഹമോൾ നൈനാൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. സ്നേഹ, എന്തായാലും ഇത് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. കാരണം ഈ പല സമയത്തും, കാരണം 5ാമത്തെ കുഞ്ഞാണ്, പ്രസവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപും ഈ പല രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോകളൊക്കെ വരികയാണ്. അപ്പോൾ ഈ സ്വയം പ്രഖ്യാപിതമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ വന്ന് ചോദ്യം ചെയ്ത സാഹചര്യം, അത് എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എന്താണ് പുറത്തേക്ക് വരുന്നത്? പ്രജീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് മരണപ്പെട്ട അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഇപ്പോൾ അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ചെറിയ പനി വന്നാൽ പോലും ചികിത്സ തേടുന്ന ഒരു കാലഘട്ടത്തിലാണ് 5ാമത്തെ കുട്ടിയുടെ പ്രസവം വീട്ടിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർ മലപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ അയൽക്കാർ പോലും ഈ വിവരങ്ങളൊക്കെ തന്നെ, ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെയായിരുന്നു അറിഞ്ഞിരുന്നത്. അത്രമാത്രം മറ്റുള്ളവരുമായി ബന്ധം പുലർത്താത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു സിറാജുദ്ദീൻ എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, പലതവണ വീട്ടിൽ വന്ന ആശാ വർക്കർ പോലും അറിഞ്ഞിരുന്നില്ല അസ്മ ഗർഭിണിയായ കാര്യമെന്നാണ് പറയുന്നത്. ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോഴും അസ്മ പറഞ്ഞത് അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിനുള്ളിൽ പ്രവേശിച്ചിരുന്നില്ല. എപ്പോഴും വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ ജനലരികിൽ നിന്നായിരുന്നു ഈ അസ്മയുടെ ആശാ വർക്കർ സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ നടക്കം ഈ ബന്ധുക്കൾ കൂടി ചോദ്യം ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ പ്രസവ സമയത്ത്, അതായത് മറ്റൊരാളെ വിളിച്ചു വരുത്തി, പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി, പ്രസവം കഴിഞ്ഞു, അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ശ്വാസതടസ്സം അസ്മയ്ക്ക് അനുഭവപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അസ്മയടക്കം പറഞ്ഞു, അതായത് എനിക്ക് ക്ഷീണമാണ്, ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പ്രസവശേഷമുള്ള ക്ഷീണമാണ് എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അസ്മ കിടന്നോട്ടെ എന്ന് കരുതി അത് വലിയ കാര്യമൊന്നും ആക്കി എടുത്തിരുന്നില്ല എന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞത്. അതിനുശേഷമാണ് അസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാരെ വിവരം അറിയിക്കുന്നതിന് പകരം അദ്ദേഹം പുറത്തു നിന്നുള്ള കൂട്ടുകാരെ വിവരം അറിയിച്ച് മക്കളെ കൂട്ടി ഇവിടെ പെരുമ്പാവൂരിലേക്ക് വരികയാണ് ഉണ്ടായത്. ഒരു ബന്ധു വഴിയാണ് ഈ പെരുമ്പാവൂരിലുള്ള അസ്മയുടെ വീട്ടുകാർ പോലും അസ്മ മരണപ്പെട്ട കാര്യം അറിയുന്നത്. ചോദ്യം ചെയ്തപ്പോൾ അസ്മയുടെ ബാപ്പയുടെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇയാളിപ്പോൾ എവിടെയാണുള്ളത് ഈ സിറാജുദ്ദീൻ? നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സിറാജുദ്ദീൻ ഉള്ളത്. ഇവിടുത്തെ പ്രാഥമികമായ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് കേസ് മലപ്പുറം പോലീസിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 പ്രസവം ആശുപത്രിയിലായിരുന്നുവെന്ന് ഈ മരിച്ച അസ്മയുടെ മാതാവ് ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നീട് അക്യൂപങ്ചർ 2 പേരും ചേർന്ന് പഠിച്ചു. അപ്പോൾ വീട്ടിൽ തന്നെ പ്രസവം എടുക്കാം എന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രയുമൊക്കെ അപകടങ്ങൾ സാധാരണഗതിയിൽ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അല്ലെ, നമ്മുടെ ബന്ധുക്കൾ ഈ പ്രസവാവസ്ഥയിലേക്ക് വരുമ്പോൾ ആശാവർക്കർമാരൊക്കെ അവർ വളരെ അപ്ഡേറ്റഡ് ആണ്. ഓരോ ദിവസവും നമ്മളെ വിളിക്കും. അപ്പോൾ ഈ കോണ്ടാക്ട് പോലും ആശാവർക്കർമാർക്ക് പോലും അറിയാതെ ഇരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തടവറയിലായിരുന്നു ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച ഒരു ടെറിട്ടറി. ആ രീതിയിൽ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉടനടി കേസ് എടുക്കേണ്ട രീതിയിലാണ്. കാരണം ആരോഗ്യവകുപ്പ് ഇത്തരം ആളുകൾ ഒരുപാട് പേര് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഉടനടി ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെടേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ഇടപെടലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത്
നിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ അതാണിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ദയവായി ഇത്തരം കാര്യങ്ങളെയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനമുണ്ട്, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ മാത്രമല്ല ഇവർക്കൊക്കെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ പറയുന്ന പ്രഭാഷകന്മാരൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം എവിടെ ആയിരിക്കും പോകുന്നത്? ഏതെങ്കിലും രീതിയിൽ വാക്സിനോ? അതെ വേറെ നിവർത്തിയില്ലല്ലോ.